ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. PM കിസാനിൽ നിലവിൽ അംഗങ്ങളായിട്ടുള്ളവരും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം വർഷത്തിൽ 6000 രൂപ കർഷകർക്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 8000 രൂപ മുതൽ 10000 രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. അതായത് ഇപ്പോൾ വർഷത്തിൽ 3 ഗഡുക്കൾ എന്നത് 4 ഗഡുക്കൾ ആക്കിയോ അല്ലെങ്കിൽ 3 ഗഡുക്കളാക്കി നൽകുന്ന തുകയിൽ വർധന വരുത്തിയോ ആകും ആനുകൂല്യം വർദ്ധിപ്പിക്കുക. ജൂലൈ 23-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ PM കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ 11 കോടിയോളം പേർ PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ കർഷകർക്ക് മാത്രം ആനുകൂല്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ eKYC, ആധാർ അധിഷ്ഠിത തുക വിതരണം, ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ നടപ്പിലാക്കിയതോടെ ഈ അടുത്ത് നൽകിയ 17ാമത്തെ ഗഡു 9 കോടി 30 ലക്ഷത്തോളം പേർക്കാണ് ലഭിച്ചത്. യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് ഉറപ്പായതോടെ ഇനി ആനുകൂല്യം തുകയിൽ വർധനവ് വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വരുന്ന ബജറ്റിലാണ് ഇക്കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. PM കിസാന്റെ 17ാമത്തെ ഗഡു വിതരണം ജൂൺ 18-ന് നടന്നിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ചില ഗഡുക്കൾ മുടങ്ങിയവർക്ക് eKYC, ലാൻഡ് സീഡിംഗ്, ആധാർ സീഡിംഗ് പോലുള്ളവ പൂർത്തിയാക്കിയവർക്ക് മുടങ്ങിയ ഗഡുക്കളെല്ലാം ജൂലൈ മാസത്തിലും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതായത് 17ാമത്തെ ഗഡു വിതരണം കഴിഞ്ഞാൽ പിന്നീട് 18ാം ഗഡു വിതരണം ചെയ്യുമ്പോഴല്ല, അതിന് മുമ്പേ മുടങ്ങിയ ഗഡുക്കൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. മുടങ്ങിയ 6 ഗഡുക്കൾ വരെ ജൂലൈയിൽ അക്കൗണ്ടിൽ എത്തിയവരുണ്ട്. 17ാമത്തെ ഗഡു മുടങ്ങിയവർ അവരുടെ DBT അപ്ഡേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ നിങ്ങളുടെ DBT അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്കാണ് തുക എത്തുക. PM കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാവുന്നതാണ്. നേരത്തെ അപേക്ഷ നൽകിയവരിൽ 2017-18 ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരുമുണ്ട്. 2018-19 ലാൻഡ് ടാക്സ് കയ്യിലില്ലാത്തവർക്ക് അതിന് മുമ്പുള്ള വർഷത്തെ, അതായത് 2015-16 അല്ലെങ്കിൽ 2016-17 വർഷത്തെയൊക്കെ ലാൻഡ് ടാക്സ് കയ്യിലുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാം. കാരണം PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് 2018-19 നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണമെന്നാണ് നിബന്ധന. അതിനാൽ അതിനു മുമ്പേ നിങ്ങൾക്ക് ഭൂമിയുണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ 2019-ന് ശേഷം ഭൂമി വാങ്ങിയവർക്ക്, പ്രത്യേകിച്ച് കൃഷിസ്ഥലം വാങ്ങി കൃഷിയൊക്കെ തുടങ്ങിയവർക്ക് നിലവിൽ അപേക്ഷിക്കാനാകില്ല. ഇങ്ങനെയുള്ളവരെയും പുതിയതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.